ഭീഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ ആ ഗുണ്ടകളെല്ലാം ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോൾ ആ ആക്സിഡൻ്റ് എന്ന പോലെ കിടന്ന് ആളങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ആക്സിഡൻ്റ് അന്ന് പാർട്ട് എന്നിങ്ങനെ തമിഴിലാണ് സംസാരിക്കുന്നത്. തുടർന്നാണെങ്കിൽ മറ്റേയാൾ വടിവാളുമൊക്കെ ആയിട്ട് നിന്നവർ ചോദിക്കുന്നുണ്ട്, കയ്യിലുള്ളതെല്ലാം നഖം ക്യാഷും എല്ലാം എടുക്കുക എന്ന് പറയുകയാണ്. സ്വർണ്ണം പണമൊക്കെ എടുക്കാനുണ്ട്. തമിഴിലാണ് സംസാരിക്കുന്നത്. ശിവൻ ആദ്യം അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ശിവൻ പറയുകയാണ്, നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, എനിക്ക് തമിഴ് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല, പക്ഷേ ഈ രേഷ്മയ്ക്ക് അറിയാം, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് രേഷ്മയെന്ന് പറയുകയാണ്. അന്നേരം എന്തെന്ന് ചോദിക്കുമ്പോൾ ഇവന്മാരുടെ കൂടെ പോയി പണി നോക്കാൻ എന്ന് പറയുകയാണ്. അന്നേരം അത് വേണം, അവരുടെ കയ്യിൽ വടിവാളൊക്കെ ഉണ്ട് എന്നിങ്ങനെ രേഷ്മ ആകെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്നാ സ്വാമി എന്നിങ്ങനെ അയാൾ വീണ്ടും ഒരു തമിഴ് ചോദിക്കുമ്പോൾ ഈ വടിവാളൊന്നും കണ്ട എൻ്റെ മുട്ട് വിറയ്ക്കില്ല, പോയി പണി നോക്ക് എന്നിങ്ങനെ പറഞ്ഞ് അപ്പോൾ ശിവൻ്റെ ആ കഴുത്തിലെ മാലയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഒരാൾ. പക്ഷേ ശിവൻ അങ്ങോട്ട് തള്ളി കളയുകയാണ്. അന്നേരം ഒരാളിങ്ങനെ വടിവാൾ വീശുന്നുണ്ട്. അപ്പോൾ ശിവൻ ഒരു കൈ കൊണ്ട് തടുക്കുകയാണ്, മറ്റേ ആൾ അടുത്ത അതുകൊണ്ട് വീശുമ്പോൾ ശിവൻ രണ്ട് കൈ കൊണ്ട് തടുക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫൈറ്റ് സീനാണ്. രേഷ്മ ആകെ പേടിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ശിവനൊന്നും കിട്ടുന്നില്ല, പക്ഷേ ശിവൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ഒരാളാണെങ്കിൽ രേഷ്മയെ ഇങ്ങനെ പിടിച്ചിട്ട് കഴുത്തിന് നേരെ വാൾ വെച്ചിട്ട് പക്കത്തിൽ വന്നാൽ കഴുത്തറുത്തിടും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ധൈര്യസമയം തന്നെ ആ വാൾ അങ്ങോട്ട് ഇങ്ങനെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ അങ്ങോട്ട് വായിൽ കടിച്ചു പിടിച്ചിട്ട് കയ്യിലേക്ക് കൊണ്ട് മടക്കി കുത്തിയിട്ട് വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷേ കുറേ പേര് ചേർന്ന് ഇങ്ങനെ ശിവനെ പിടിച്ച് നിർത്തുകയാണ്. വാളങ്ങ് തെറിച്ച് പോകുന്നുണ്ട്. മറ്റേ ആളാണെങ്കിൽ രേഷ്മയുടെ കഴുത്തിൽ ഇങ്ങനെ വാൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. രേഷ്മ പേടിച്ചങ്ങ് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അയാളാണെങ്കിൽ വാളിങ്ങനെ വീശുമ്പോൾ രേഷ്മയുടെ കൈ ഇങ്ങനെ മുറിയുകയാണ് ചെയ്യുന്നത്. ഒരു കയ്യിലിങ്ങനെ നന്നായിട്ട് മുറിയുന്നുണ്ട്. അന്നേരം എന്ന് പറഞ്ഞ ശിവനാണെങ്കിൽ പിടിച്ചു വെച്ചിരുന്ന എല്ലാവരെയും ഇങ്ങനെ എടുത്തെറിയുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫൈറ്റ് നടക്കുകയാണ്. ഈ സമയത്ത് രേഷ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഒഴുകുന്നുണ്ട്. എന്നാൽ രേഷ്മ ഇങ്ങനെ പിടിച്ചു മാറ്റി പേടിക്കേണ്ട എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് പോലീസ് വണ്ടി വരുന്നുണ്ട്. പോലീസ് വണ്ടി വരുന്ന കുറച്ച് പേരെയൊക്കെ കുറേ പേര് വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അന്നേരം അതിനൊന്ന് ശിവനാണെങ്കിൽ ആ രേഷ്മയുടെ ഷാള് തന്നെ എടുത്ത് ഇങ്ങനെ കയ്യിൽ തന്നെ കെട്ടിക്കൊടുക്കുകയാണ്, പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ പോലീസുകാർ വരുന്നുണ്ട്. അന്നേരം എന്താ ഹോസ്പിറ്റലിൽ പോകണോ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വേണ്ട, ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അന്നേരം കേരളത്തിൽ നിന്ന് വന്നതാണെന്ന് അവർക്ക് മനസ്സിലായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം സ്വർണവും ക്യാഷും ഒക്കെ ചോദിച്ചു. അതൊക്കെ പോലീസുകാരും രേഷ്മയും തമ്മിൽ തമിഴിലാണ് സംസാരിക്കുന്നത്. ശിവൻ ഇതൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം എന്നെ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനാണ് എന്നുള്ളത് രേഷ്മ അവിടെ തമിഴിലാണ് പോലീസിനോട് പറയുന്നുണ്ട്. അന്നേരം ആ ഡോക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട്, ഡോക്ടർ എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് വേണ്ട സഹായമെല്ലാം ഞാൻ ചെയ്തു തരാം, എൻ്റെ സഹായം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ താങ്ക് യു സാർ എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് അവരങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോലീസിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ അവർ വാങ്ങുമായിരിക്കും. ഇതേസമയം അവിടെ മാണിക്കോത്തും മഹേന്ദ്രനാണെങ്കിൽ ശിവനെ ഇങ്ങനെ ആരൊക്കെ ആക്രമിക്കുന്ന ആ ഒരു സീൻ തന്നെയാണ് കാണിക്കുന്നത്. അത് കണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ശിവ എന്നും പറഞ്ഞ് ഇങ്ങനെ ഞെട്ടി ഉണരുകയാണ്. മഹേന്ദ്രൻ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. അന്നേരം മഹേന്ദ്രൻ നെഞ്ചിങ്ങനെ നന്നായിട്ട് നെയ്യുന്നുണ്ട്. അന്നേരം എൻ്റെ ഗുളിക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിലൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അതങ്ങ് എറിയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട്. അന്നേരം മേഴ്സി ഹോസ്പിറ്റലിലേക്കാണ് വിളിക്കുന്നത്. ഡോക്ടർ രമേശിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ പിന്നെ മാണിക്കോത്ത് മഹേന്ദ്രനാണെന്ന് പറയുമ്പോൾ ഡോക്ടർ ലീവാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം വേറെ ഏതെങ്കിലും ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറ്റുമോ, എനിക്ക് നല്ല നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ സാറ് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ശങ്കരമേനോൻ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് മഹേന്ദ്രനാണെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് ഷർട്ടൊക്കെ എടുത്തിടുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രൻ നെഞ്ച് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റിയുടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഹേന്ദ്രൻ ഡോ എന്നിങ്ങനെ വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. ഓടി വന്ന് എന്താ സാധനം ചോദിക്കുമ്പോൾ ഗേറ്റ് തുറക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഈ വെപ്രാളമൊക്കെ കണ്ടിട്ട് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രൻ ദേഷ്യപ്പെടുകയും പെട്ടെന്ന് തുറക്കടോ. അങ്ങനെ സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നുണ്ട്. മഹേന്ദ്രൻ കാറെടുത്ത് ഓടിച്ചു പോകുന്നുണ്ട്. പക്ഷേ പോകുന്ന വഴിക്കൊക്കെ മഹേന്ദ്രൻ നെഞ്ച് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇതേസമയം ശിവനും രേഷ്മയും കൂടി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം പിന്നെ ഈ മുറിവ് ആദ്യം ഒന്ന് ഡ്രസ്സ് ചെയ്യിക്കുക, നല്ല ബ്ലഡ് പോയിട്ടുണ്ട് എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ അപ്പോൾ ഡോക്ടറെ തിരക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ഡ്രസ്സ് ചെയ്യിച്ചതിന് ശേഷം ആവാലോ എന്ന് പറയുകയാണ്. അന്നേരം നഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട് മുറിവ് ഒന്ന് ഡ്രസ്സ് ചെയ്യിക്കണം. അന്നേരം എന്നെ അച്ഛൻ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ആക്സിഡൻ്റ് ആയി എന്നിങ്ങനെ പെട്ടെന്ന് ശിവൻ പറയുന്നുണ്ട്. അന്നേരം ആക്സിഡൻറ്റ് ആദ്യം OP ടിക്കറ്റ് എടുക്കുക, അപ്പുറം ഡോക്ടർ പാർക്കല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശരിയെന്ന് പറഞ്ഞ് നഴ്സ് പോകുന്നുണ്ട്. അന്നേരം ശിവൻ പറയുകയാണ്, ആദ്യം നമുക്ക് ഡ്രസ്സ് ചെയ്യിക്കാം, എല്ലാം സഹിക്കാം, ഈ തമിഴ് പറഞ്ഞ് ഒപ്പിക്കുന്നതാണ് പാട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ കാഷ്വാലിറ്റിയിൽ പോയി ഒരു പിന്നെ OP ടിക്കറ്റൊക്കെ എടുത്തിട്ട് രേഷ്മയുടെ മുറിവ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അന്നേരം ശിവൻ ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, ഡോക്ടറെ കുറിച്ച് ചോദിക്കും, മലയാളിയാണെന്നല്ലേ പറഞ്ഞത്, പെട്ടെന്ന് അറിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ നഴ്സിനോട് മിസ്റ്റർ ജയകുമാർ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ കാര്യത്തിൽ വരൂ എന്ന് പറയുന്നുണ്ട്.
അന്നേരം രേഷ്മ പറയുകയാണ്, അപ്പോൾ കാര്യങ്ങൾ തിരക്കാതെ പോകാനും പറ്റില്ലല്ലോ, എന്താ ചെയ്യാൻ ചോദിക്കുകയാണ്. അന്നേരം എന്തായാലും അത് വാങ്ങിയിട്ടല്ലേ പോകത്തുള്ളൂ, രേഷ്മയ്ക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം, പേഷ്യൻ്റ് അല്ലേ, ഞാൻ പുറത്ത് എവിടെയെങ്കിലും നിന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ്. തുടർന്ന് ശിവനാണെങ്കിൽ രേഷ്മയോട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ കയറുമ്പോൾ ശിവനാണെങ്കിൽ ആ ഒരു നെഞ്ചിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ശിവനിങ്ങനെ അവസാനം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിഷ്ണുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയത് ആ വള ഇങ്ങനെ ഉരിയെടുത്തതും ഒക്കെ ആ ഒരു സീനൊക്കെ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. ഇതേ സമയം ശാലിനിയാണെങ്കിൽ രേഷ്മയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം എന്തായി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വരുന്ന വഴിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കൈയൊന്ന് മുറിഞ്ഞു എന്ന് പറയുമ്പോൾ അയ്യോ എന്നിട്ടും ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ്, മുറിവ് ഡ്രസ്സ് ചെയ്തു, പിന്നെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല, രാവിലെ വരികയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യണോ അല്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ഞാനിവിടെ കാഷ്വാലിറ്റിയിലായതുകൊണ്ട് കുഴപ്പമില്ല, ശിവൻ പുറത്തെവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ശിവനിങ്ങനെ പോകുമ്പോൾ ശിവനിങ്ങനെ നെഞ്ച് വേദനിക്കുന്നുണ്ട്, നെഞ്ചൊക്കെ ഇങ്ങനെ കൈവച്ച് പിടിക്കുകയാണ്. അന്നേരം ഒരു ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ശിവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അന്നേരം ഒരു അറ്റൻഡർ ഇങ്ങനെ വരുമ്പോൾ ചേട്ടൻ മലയാളിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. തുടർന്ന് ചോദിക്കണം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് വലത് വശത്തേക്ക് പോകുമ്പോഴല്ലേ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ എന്ന് പറയുമ്പോൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, പക്ഷേ ഇവിടുത്തെ മുക്കും മൂലയൊക്കെ എനിക്കറിയാം, എല്ലാം എനിക്ക് പരിചിതമാണ് എന്ന് പറഞ്ഞിട്ട് ശിവൻ അങ്ങോട്ടത്തേക്ക് നടന്നു പോവുകയാണ്. അന്നേരം അറ്റൻഡർ പറയുകയാണ്, മുമ്പ് വന്നിട്ടില്ല, പിന്നെ എല്ലാം അറിയാം, എന്തോ ആട്ടെ എന്നും പറഞ്ഞ് അറ്റൻഡർ അങ്ങ് പോകുന്നുണ്ട്. അത് ശിവനാണെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ ആ ഒരു നെഞ്ചിലിങ്ങനെ കൈവച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ ഒരു ഓർമ്മകൾ ഇങ്ങനെ ശിവൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ വിഷ്ണു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതും ആ ഒരു സങ്കടം പറയുന്നതും പിന്നീട് ചിത കത്തുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്ട്രക്ചർ അവിടെ കിടക്കുന്നുണ്ട്. അതിലിങ്ങനെ ശിവനിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ശിവൻ ആ നെഞ്ച് വീണ്ടും വേദനിക്കുന്നതായിട്ട് ഇങ്ങനെ നോക്കിയ ഒരു എന്തോ ഒരു ഓർമ്മ എന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് രേഷ്മ വീണ്ടും ശിവനെ ഫോൺ ചെയ്യുന്നുണ്ട്. കിടക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനിവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലാണെന്ന് പറയുമ്പോൾ അവിടെ എന്താ, അതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ എനിക്ക് പരിചിതമല്ലേ, എനിക്ക് ഇവിടുത്തെ മുക്കും മൂല എല്ലാ സ്ഥലവും എനിക്കറിയാമെന്ന് പറയുകയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റൽ ഗേറ്റിൻ്റെ പടിഞ്ഞാറേ വശത്താണെങ്കിൽ ഒരു നൈറ്റ് കടയുണ്ട്, അവിടെ ഒരു പിന്നെ മൂവാണ്ട മാവുണ്ട്, അതിൻ്റെ താഴെ ഒരു നൈറ്റ് കടയുണ്ട്, അവിടെ ഞാനൊരു ചായ കുടിക്കാൻ പോവുകയാണ്, രേഷ്മയ്ക്ക് വേണോ എന്ന് ചോദിക്കുക. അന്നേരം രേഷ്മ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ അറിയാമെന്നിങ്ങനെ രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ എനിക്കറിയാം, ഇത് നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രേഷ്മ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരവും രേഷ്മ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ശിവൻ ഇതൊക്കെ എങ്ങനെ അറിയാം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം മഹേന്ദ്രനാണെങ്കിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയില്ല. അതിനു മുമ്പ് വഴി വെച്ച് മഹേന്ദ്രൻ അങ്ങ് ബോധം പോകുന്നുണ്ട്. വണ്ടി ആക്സിഡൻ്റ് ആവുകയാണ്, ഒരു മരത്തിലേക്ക് ഇടിച്ച് ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത്. മഹേന്ദ്രൻ്റെ ബോധം പോകുന്നുണ്ട്. അന്നേരം പിന്നാലെ ഒരു വണ്ടി വരുന്നുണ്ട്, ഡെയ്സിയും പിന്നെ ഡേവിസും കൂടിയാണ് വരുന്നത്. അന്നേരം ഒരു ആക്സിഡൻ്റ് ആണല്ലോ, എനിക്ക് പരിചയമുള്ള വണ്ടിയാണല്ലോ എന്നിങ്ങനെ ഡെയ്സി പറയുന്നുണ്ട്. തുടർന്ന് അവരിറങ്ങി നോക്കുകയാണ്. അന്നേരം ഡോർ ഇങ്ങനെ ഡേവിസ് തുറക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ അങ്കിൾ എന്നിങ്ങനെ ഡെയ്സി പറയുകയാണ്. അന്നേരം പിന്നെ നിൻ്റെ ശത്രുവിൻ്റെ അച്ഛനല്ലേ, നിൻ്റെ അപ്പൻ്റെയും ശത്രുവല്ലേ, പാതി ജീവൻ പോയി കിടക്കുകയാണ്, ബാക്കി ഇങ്ങ് തീർത്താലോ, സന്തോഷമായിരിക്കും ചിലപ്പോൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡെയ്സിയും പറയുന്നുണ്ട്, എൻ്റെ ശത്രുവിൻ്റെ അച്ഛൻ തന്നെയാണ്, അവൻ കണ്ണീരും ആയിട്ട് പിന്നെ തലയ്ക്കലിരിക്കുന്നത് കാണാൻ നല്ല രസമൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ അപ്പനെ അങ്കിളിനെ വിളിച്ച് ചോദിക്കുന്നതിന് ഡേവിസ് പറയുന്നുണ്ട്. തുടർന്ന് ഡെയ്സി ആണെങ്കിൽ യോഹന്നാനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം പർച്ചേസ് കഴിഞ്ഞിട്ട് എത്താറായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് യോഹന്ന. അന്നേരം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വണ്ടി ആക്സിഡൻ്റായി, നോക്കുമ്പോൾ അച്ഛൻ്റെ അജന്മശത്രുവായ മണിക്കോത്ത് മഹേന്ദ്രനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പാതി ജീവൻ ബോധം കെട്ട് കിടക്കുകയാണെന്ന് പറയുകയാണ്. അന്നേരം ബാക്കി ഇങ്ങ് തീർത്തേക്കട്ടെ, ഇതാകുമ്പോൾ ആക്സിഡൻറ്റ് തീർന്നാണെന്ന് കരുതും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ യോഹന്നാൻ പറയുകയാണ്, ഒരു വെടിക്ക് 5-6 പക്ഷികൾ എന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ, ശിവനും ഭൂതഗണങ്ങളും കുറേ കാലം കണ്ണീരും കയ്യുമായിട്ടൊക്കെ നടക്കും, സന്തോഷമുള്ള കാര്യം തന്നെയാണ്, പക്ഷെ അത് വേണ്ട, ഇപ്പോഴത് വേണ്ട, തൽക്കാലം നിങ്ങൾ ഹോസ്പിറ്റലിലാക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡേയ്സി ചോദിക്കുകയാണ്, പഴയ കൂട്ടുകാരനുള്ള സ്നേഹം വീണ്ടും വരികയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ല, അവൻ ജീവിച്ചിരുന്നാലല്ലേ നമുക്ക് ഒക്കത്തുള്ളൂ, അച്ഛൻ മകനെ കൊല്ലുന്നതോ മകൻ അച്ഛനെ കൊല്ലുന്നതോ അത് നമുക്ക് കാണണ്ടേ, എന്നാലേ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നിൻ്റെയും ഡേവിസിൻ്റെയും കല്യാണം അതും അവർ കാണുക തന്നെ വേണം, രണ്ടായാലും നമുക്ക് പിന്നെ അവനെ കൊല്ലാതെ കൊല്ലണം, മകൻ മരിച്ചാലും അച്ഛൻ സങ്കടപ്പെട്ട് അവനെ കൊല്ലാതെ ഞങ്ങൾ കൊല്ലണം, ജീവിച്ചിരുന്നാലേ അതൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് അതാണ് നല്ലത്, ഹോസ്പിറ്റലിലാക്കുക എന്നിങ്ങനെ പറയുന്നു. തുടർന്ന് അത് ഡേയ്സിക്ക് അങ്ങോട്ട് ചെറിയിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ഡേയ്സി ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ഡേയ്സി ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലാക്കാൻ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുകയാണ്. അപ്പോൾ അവരാണ് മഹേന്ദ്രനെ ഹോസ്പിറ്റലിലാക്കുന്നത്.
ഇതേസമയം ശിവനാണെങ്കിൽ രാത്രി തന്നെയാണ് വണ്ടി ഓടിച്ച് നേരെ എത്തുന്നത് ആ ഒരു വിഷ്ണുവിനെ ആ ഒരു ചിതയൊരുക്കി ആ ഒരു ശ്മശാനം എന്ന പോലെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അന്നേരം അവിടെ കുറേ ചിതകളൊക്കെ ഇങ്ങനെ എന്തോ തീയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അതിന് ഇത് കത്തുന്നതാണോ എന്നറിയില്ല. അപ്പോൾ ശിവനാണെങ്കിൽ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം നന്നായിട്ട് ഇടിയൊക്കെ വെട്ടുന്നു, മിന്നലും ഇടിയൊക്കെ ഉണ്ട്, മഴയില്ല. അന്നേരം ശിവനാണെങ്കിൽ ഇറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വിഷ്ണുവിനെ അടക്കി ആ ഒരു ചിതയിപ്പിച്ച ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അന്നേരം ശിവനിങ്ങനെ നെഞ്ചിലിങ്ങനെ കൈ വയ്ക്കുന്നുണ്ട്, ഒരു വേദന എന്ന പോലെ വന്നിട്ട്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് പിന്നീട് വിഷ്ണുവിൻ്റെ ആ ഒരു സീനാണ് കാണിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററാണ്. വിഷ്ണുവിൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഭാര്യയാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഫ്രണ്ടാണ്, രശ്മിയാണ് എന്നിങ്ങനെ ഡോക്ടറോട് വിഷ്ണു പറയുന്നതും പിന്നീട് വിഷ്ണു ഇങ്ങനെ പറയുന്നതാണ്, ഞാൻ മരിച്ചാലും എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ. പക്ഷെ അത് ശിവനിങ്ങനെ ഓർമ്മിക്കുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. അന്നേരം അത്രയുമാണ് അങ്ങനെ ശിവനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്ന് പിറ്റേന്നാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ട് തിരികെ പോകുമായിരിക്കും. പക്ഷെ ആ ഒരു യാത്രയിൽ വിഷ്ണുവിൻ്റെ ഹൃദയമാണ് തനിക്കുള്ളത് എന്നത് ശിവൻ അറിയുമോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രമോയും വന്നിട്ടില്ല, എന്താണെന്ന് കാണിക്കുന്നില്ല. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ നോക്കാം. മഹേന്ദ്രനാണെങ്കിൽ ഇനി ചിലപ്പോൾ ഒരു യോഹന്നാനോട് ഇനി വേണ്ടി അടുപ്പം വരുമോ, രണ്ടുപേരും കൂടെ ചേർന്ന് ഇനി ശിവനെതിരെ ആ ഒരു തിരിപ്പിക്കാനാണോ എന്തൊക്കെയാണുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.